ഹലോ ഹായ് നമസ്കാരം പുതിയടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഫ്ലാറ്റിലേക്ക് വന്നിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് മോർണിംഗിലാണ് ഞാൻ എഴുന്നേൽക്കുന്നത് കേട്ടോ. ഫ്ലാറ്റിലേക്ക് വന്നിട്ടുള്ള നമ്മുടെ ഫസ്റ്റത്തെ ഡേ 1 മൈ ലൈഫാണ്. രാവിലെ എഴുന്നേറ്റപാട് നമ്മളെ വാതിലൊക്കെ തുറന്ന് പുറത്ത് നോക്കിയപ്പോൾ നല്ല കാഴ്ച, നല്ല ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുതിയ ഫ്ലാറ്റാണ്, അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ നമ്മൾ എല്ലാം ചെടികളൊക്കെ ഒന്ന് നല്ല ലെവലിൽ വെക്കണം, അതിനൊക്കെ സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജിയോൻ്റെ കണക്ഷൻ ഇങ്ങോട്ടേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇവിടേക്ക് മാറിയതുകൊണ്ട്. കാരണം അതിന് കുറച്ച് കഴിഞ്ഞാൽ പയ്യൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അരുണേട്ടൻ്റെ വൈഫൈ എടുത്തിട്ടാണ് പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ടി വിയിൽ. പിന്നെ അത് മാത്രമല്ല, ഞാൻ നമ്മുടെ എന്താ പറയുക, പാല് കാച്ചിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ആയോ എന്നുള്ളത്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണ് അച്ഛനും അമ്മയും. കാരണം ഞാൻ കല്യാണം കഴിച്ച് വന്നത് മുതൽ അച്ഛനും അമ്മയും ചേച്ചിയും ഒന്നും എന്നെ ഒരിക്കൽ പോലും ഞാൻ കയറി വന്നൊരു പെൺകുട്ടിയായിട്ട് തോന്നിയിട്ടേ ഇല്ല. അവരിൽ ഒരാളായിട്ടാണ് എന്നെ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. അച്ഛന് വയ്യാത്തതുകൊണ്ട്, അച്ഛന് പെട്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സ്ട്രോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അച്ഛന് ഹെൽത്ത് കുറച്ച് വീക്ക് ആയതുകൊണ്ടാണ് അച്ഛൻ പെട്ടെന്ന് വരാൻ പറ്റാതിരുന്നത് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വരാനൊക്കെ അച്ഛന് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. പിന്നെ നമ്മൾ വേഗം ചായയൊക്കെ ആക്കി, ഞാൻ അമ്മയ്ക്ക് ചായ കൊടുത്ത് ഞാൻ അമ്മയും ചായ എല്ലാം കുടിച്ചു. പിന്നെ കൂമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വേഗം വറവുണ്ടാക്കി. പിന്നെ നമ്മൾ ഏത്തപ്പഴം ഉണ്ടായിരുന്നേ, അത് പുഴുങ്ങാനൊക്കെ ഇട്ട് എനിക്ക് ഒന്ന് മാത്രമേ മതി, ഒന്ന് കഴിക്കുമ്പോൾ തന്നെ എനിക്ക് സെറ്റാവും. പിന്നെ മോൾക്കുള്ള മുട്ടയൊക്കെ പുഴുങ്ങി, അത് കുറേ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അരിയൊക്കെ ചോറിന് വേവാനൊക്കെ ആയപ്പോൾ തന്നെ ശീല എഴുന്നേറ്റു. മോൾ എഴുന്നേറ്റ് പിന്നെ അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്തിറങ്ങിയപ്പോൾ അരുണേട്ടൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് മത്തി, അതുകൊണ്ട് തന്നെ മത്തി വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മത്തി വേഗം പൊരിക്കാനുള്ള ഭാഗവും അതുപോലെ കറി വെക്കാനുള്ള ഭാഗങ്ങളൊക്കെ ആക്കി വെച്ച്, പിന്നെ കറിയൊക്കെ ആയതിന് ശേഷം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടൗണിലേക്കൊക്കെ പോകാനുണ്ടായിരുന്നു. മീൻകറിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ജിയോൻ്റെ പയ്യൻ നമ്മുടെ അടുത്തേക്ക് എത്തി. അങ്ങനെ അവൻ അതൊക്കെ സെറ്റായതുകൊണ്ടിരിക്കുന്നത് നെറ്റ് വർക്കലും കാര്യങ്ങളൊക്കെയാണ്. വൈഫൈ ഉണ്ടാകുന്നത് എനിക്ക് നല്ലതാണ്, വീഡിയോ ഇടാനോ എല്ലാത്തിനും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പെട്ടെന്ന് ഫ്ലാറ്റിലേക്ക് ഇങ്ങനെ മാറിയതെന്ന്, എൻ്റെ സ്റ്റാറ്റസ് വീഡിയോസ് എല്ലാം കണ്ടിട്ട് വാട്സപ്പിലൊക്കെ. വേറെ ഒന്നുമല്ല, അച്ഛൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വാഹന സൗകര്യത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയും, പിന്നെ അതുപോലെ അച്ഛന് വേണ്ടി ഹെൽത്തിന് വേണ്ടി അച്ഛനെ ഓപ്പറേഷൻ ചെയ്തിട്ട് വരണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഫ്ലാറ്റിലേക്ക് മാറിയത്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഞങ്ങൾ പഴയതെല്ലാം ഉപേക്ഷിച്ചു. അപ്പോൾ പുതിയതെല്ലാം കുറച്ച് വൃത്തി, ഇങ്ങനെ പഴയത് മീൻസ് നമ്മൾ തുടക്കുന്ന പിടിക്കുന്നതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനാണ് അമ്മയും ഞാനും ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് അമ്മയ്ക്ക് അച്ഛനെ ഇട്ടിട്ട് അധികം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അമ്മേനെ വേഗം കൊണ്ടുവിട്ടിട്ട് കുറേ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു ഷോപ്പിംഗ് ഉണ്ട്. കാരണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മയും വന്ന് എല്ലാം സെലക്ട് ചെയ്ത് നേരെ അമ്മേനെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷമാണ് ഞാനും അറിഞ്ഞിട്ടിന് മോളും കുറേ കഴിഞ്ഞ് നമ്മൾ റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ വീണ്ടും നമ്മൾ ആദ്യം ശബരീസ് നിന്നാണ് ഇതെല്ലാം വാങ്ങിച്ചത്. പിന്നെ നമ്മൾ രാമേന്ദ്രയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് അവിടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ. ഇവിടെയും ഓഫേഴ്സ് ഉണ്ട്, പക്ഷേ അവിടെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു, കാരണം ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ നമ്മൾ നേരെ രാമേന്ദ്രയിൽ പോയിട്ട് പിന്നെ നമ്മൾ കുറച്ച് പർച്ചേസൊക്കെ അവിടെ നിന്ന് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോസൊക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ സൈനിങ് ഓഫ് ഷിൽജ വിഷു എന്ന. ദെൻ സോ സ്റ്റേ